ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശം നയനയും കൂടി അനി ജയിലിൽ പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും മടങ്ങി വരുമ്പോൾ അനി ജയിലിൽ പോയി എന്നറിഞ്ഞാൽ അവർക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് ആദർശ നയനയോട് പറയുകയാണ്. അതുപോലെ തന്നെ അനി പോയാൽ ഈ വീടൊരു മരണവീടാകുമെന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ ദേവയാനി ഇറങ്ങി വരുന്നേ. അപ്പം മക്കളിന്ന് ഉറങ്ങിയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ എങ്ങനെ ഉറങ്ങാനമ്മയെന്ന് നയനെ ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഉറക്കം വരുമോ അമ്മേ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ എനിക്ക് ഉറക്കമില്ല മോനെ എന്ന് ദേവയാനി പറഞ്ഞു. ഞാൻ നാണം കേട്ട അനാമികയുടെ വീട്ടിലേക്ക് പോയതെന്ന് ദേവയാനി പറയുക. അവൾക്ക് എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും കൊടുക്കാമെന്നും പറഞ്ഞല്ലോ. പിന്നെ വക്കീലിനെയും പോയി കാണുകയും ചെയ്തു. അവർ ചോദിച്ചത് അത് വേണമെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് വരെ പറഞ്ഞതാ. എന്നിട്ടും ജാമ്യം കിട്ടിയില്ല എങ്കിൽ അത് വലിയ കഷ്ടം തന്നെയല്ലേ മോനെ എന്ന് ചോദിച്ചു. എനിക്ക് ജാമ്യം കിട്ടുമോ അമ്മയെന്ന് നയന ചോദിക്കുമ്പം കിട്ടുമോ എന്ന് നയനയോട് ദേവയാനി തിരിച്ചു ചോദിക്കുക. ഇടയ്ക്ക് ഞാൻ നന്ദുവിനെ വിളിച്ചായിരുന്നു എന്നും അവൾക്ക് പോലും പ്രയാസമാണെന്ന് അവൾ പറഞ്ഞതെന്നുള്ള കാര്യങ്ങൾ ദേവയാനി ഇവരോട് പറയുവാണ്. അമ്മ കൊടുത്ത ഓഫറെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണെന്നും അതിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ വിധി നമുക്ക് അനുകൂലമായിട്ട് തന്നെ വരും അമ്മേ എന്ന കാര്യം പറഞ്ഞു. അപ്പം നാളെ നിങ്ങൾ കോടതിയിൽ പോയിട്ട് വരുമ്പോഴേ ഉമ്മറത്ത് വഴിക്കണ്ണുമായിട്ട് ഞാനിരിക്കുന്നത് നിങ്ങളോടൊപ്പം അനി വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണെന്ന കാര്യം പറഞ്ഞു ദേവയാനി. എന്നിട്ട് രണ്ടാളും കൂടി വരുമ്പോൾ അവനില്ലെങ്കിൽ അതെനിക്ക് താങ്ങാൻ കഴിയുന്ന കാര്യമല്ല മോളെ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി സങ്കടപ്പെടുമ്പം അമ്മേ ഒന്നും സംഭവിക്കില്ല, അമ്മ ധൈര്യമായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. അപ്പോൾ നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? മോൾക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? പിന്നെ എനിക്ക് എങ്ങനെ അതിന് കഴിയും എന്ന് ദേവയാനി ഇവരോട് രണ്ടുപേരോടുമായിട്ട് ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യുന്നു. ഇനി ഈ വീട്ടിൽ ആർക്കും ഉറക്കമൊന്നും കാണത്തില്ല. പിന്നെ ഉറങ്ങുന്നുണ്ടെങ്കിൽ ജലജിയും അവൻ്റെ മോനും മാത്രമായിരിക്കും ഉറങ്ങുന്നതെന്ന കാര്യവും ദേവയാനി ഇങ്ങനെ പറയുക മക്കളോട്. അതും പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് കയറി പോയിട്ടോ. ദേവയാനി അങ്ങ് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും ആദർശം നയനയും കൂടി അമ്മയുടെ സങ്കടത്തെ പറ്റി പറയുക. എൻ്റെ അനിയൻ ജയിലിലേക്കോ മറ്റോ പോയാൽ അധികം വൈകാതെ ഞാനും പോകുമെന്ന് ആദർശ് പറയുക. അവളെയും അവളുടെ അച്ഛനെയും അമ്മയെയും തല്ലിയിട്ട് അതിന് യാതൊരു സംശയമില്ല എന്നും അനാമികയുടെ കരണത്തടിച്ചതിൻ്റെ പേരിലാണല്ലോ എൻ്റെ അനിയൻ ഇപ്പോൾ ലോക്കപ്പിൽ കിടക്കുന്നത്, നാളെ കോടതി കയറാൻ പോകുന്നത്. അപ്പോൾ ആദർശിന് ഭയങ്കര ദേഷ്യം കേട്ടോ. അവളെ എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയവളാണെന്നും അതിന് അവൾക്ക് കൊടുക്കേണ്ട ശിക്ഷ ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല, പക്ഷേ ഇനി ഞാനത് കൊടുക്കുമെന്നും ആദർശ് പറഞ്ഞു. അവളുടെ കാരണം അടിച്ച് പൊട്ടിക്കും ഞാൻ. അവളുടെ മാത്രമല്ല അവളുടെ അമ്മയുടെ അടിച്ച് ഞാൻ പൊട്ടിക്കും. എന്നിട്ട് ആ വേണുവിനുണ്ടല്ലോ അയാളുടെ വാരിയലും ഒടിക്കും. അതുതന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോവുക. നയനയാണ് ഇതൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞു എന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദുവിനാണെങ്കിൽ ഉറക്കമില്ല. നന്ദു ആണെങ്കിൽ അന്ന് നടന്ന കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാതെ തന്നെ ട്രെയിനിൻ്റെ മുന്നിൽ ചാടാൻ പോയതും അതിനുശേഷം നന്ദു അനിയെ രക്ഷിച്ചതും ഒക്കെ. എന്നിട്ട് അവനോടുള്ള എൻ്റെ സ്നേഹം കൂടിക്കൂടി വരികയാണല്ലോ. പിന്നെ അവൻ എന്നെ ഇനി മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് എന്നെ വേണ്ടാന്ന് വെച്ചാലും എൻ്റെ മനസ്സിൽ ഒരു കാമുകൻ്റെ സ്ഥാനത്ത്, ഭർത്താവിൻ്റെ സ്ഥാനത്ത് അവൻ മാത്രമേ ഉള്ളൂ. അതാർക്കും എടുത്തു മാറ്റാൻ കഴിയില്ല എന്നൊക്കെ നന്ദു മനസ്സുകൊണ്ട് ഇങ്ങനെ തീരുമാനിച്ച് ഉറപ്പിച്ച് അവിടെ അങ്ങനെ ഇരിക്കുവാണ്. എന്നിട്ട് അനിയെ സ്വപ്നം കണ്ടുകൊണ്ട് നന്ദു ഇങ്ങനെ അവിടെ നിൽക്കുക. ഇതൊക്കെ കഴിഞ്ഞു. രാവിലെ ആയി. പിന്നെ കാണിക്കുന്നത് വേണുവിൻ്റെ വീടാണ്. വേണുവിൻ്റെ വീട്ടിലേക്ക് വേണുവിനെയും അതുപോലെ വക്കീലിനെയാണ് കാണിക്കുന്നത്. രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരിക. രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വന്ന് ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ വന്ന എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് വക്കീൽ പറയുവാണ്. 10 കോടി ഞാൻ ആവശ്യപ്പെട്ടു, അപ്പോൾ അവരത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പിന്നെ നിങ്ങൾക്കൊക്കെ സമ്മതമല്ലേ എന്നും ഇങ്ങനെ വക്കീൽ ചോദിക്കുക. അതൊക്കെ കേട്ടപ്പോൾ അനാമിക അമ്മയൊക്കെ തലയെടുപ്പോട് കൂടിയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ കേസും കോടതിയുമായി പോയെന്ന് കരുതി അത്രയും പൈസയൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് വക്കീൽ പറയുവാണ്. പിന്നെ കോടതിയിൽ നിന്ന് അവർ ജാമ്യം എടുത്താലും പിന്നെയും കേസുണ്ടെന്ന കാര്യവും വക്കീൽ പറയണം. അതൊക്കെ തീർപ്പാക്കി വിധി വരാനേ വർഷങ്ങൾ എടുക്കുമെന്ന കാര്യങ്ങളും പറയാം. അപ്പോൾ വേണുവിനൊക്കെ ആകെ ഒരു ഇതുപോലെ. അതുകൊണ്ട് ഒരു തുറുപ്പ് ചീട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അനന്തപുരിക്കാർ പൊന്മുട്ടയിടുന്ന താറാവുകളാണെന്നും അതുപോലെ അവരെ വെച്ച് ഇനി ഞങ്ങൾക്ക് ജീവിക്കണമെന്നും ഈ വേണു പറയും കേട്ടോ വക്കീലിനോട്. അത് കേട്ടപ്പോൾ വക്കീലൊന്ന് ചിരിച്ചു. പിന്നെ കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം എനിക്കൂടെ തന്നേക്കണേ, അതിൻ്റെ പേരിൽ എനിക്കൊരു കേസിന് പോകേണ്ടി വരരുത് കേട്ടോ എന്നൊക്കെ വക്കീൽ പറയുമ്പം അതൊന്നൊരു പറച്ചില്ല സാറേ. സത്യം പറഞ്ഞാൽ അവന് പെട്ടെന്ന് ജാമ്യം കിട്ടുന്നതിലേ എനിക്ക് വിഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു അനാമിക. പെട്ടെന്നല്ലല്ലോ മോനെ, 10 കോടി കിട്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു അച്ഛൻ മോളോട്. അനാമിക, ഈ കേസിൽ ആ പയ്യൻ ജയിലിൽ പോയി എന്നിരിക്കട്ടെ, അവരത് സഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കേസ് നടക്കട്ടെ എന്നങ്ങ് വിചാരിച്ചാലോ എന്ന് ചോദിക്കുവാണ്. അന്നേരം അത് ശരിയാന്നും പറഞ്ഞ് വരിയിരിക്കുക. അവനെ റിമാൻഡ് ചെയ്താലും അവന് പിന്നീട് ജാമ്യം കിട്ടാഴികൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വർഷങ്ങളോളം ആ കേസ് ചുമ്മാ അങ്ങ് നീണ്ടു പോയെന്നും വരും.
അവസാനം മടുക്കുന്നത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും എന്നൊക്കെ വക്കീൽ പറയുക. അവർക്ക് കേസ് നടത്താനേ ഇഷ്ടംപോലെ കാശുണ്ട്, പക്ഷെ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല, അത് നിങ്ങൾക്ക് ഓർമ്മ വേണമെന്നും വക്കീൽ പറയും. അപ്പം അത് ശരിയാ മോളെ, ഈ അവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ സാറിൻ്റെ ഐഡിയ അനുസരിച്ച് ഇനി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കോളാൻ പറഞ്ഞു അനാമിക. അനന്തപുരിക്കാരായതുകൊണ്ട് ആ 10 കോടിയൊക്കെ കിട്ടാൻ പോകുന്നത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ 1 ലക്ഷം തന്നെ വാങ്ങിയെടുക്കാൻ വലിയ പാടായേനെ എന്നൊക്കെ പറയുക വക്കീൽ. അപ്പം ശരിയെന്നാ ബാക്കി കാര്യം നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് വക്കീൽ അവിടെ നിന്ന് അങ്ങ് പോയി. വക്കീൽ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര അട്ടഹാസ ചിരിച്ചുകൊണ്ട് 10 കോടി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക വേണു. അയ്യോ അനാമിക മോക്ക് അതിനേക്കാളും സന്തോഷം. പിന്നെ നമ്മുടെ രേവതി ചേച്ചിക്ക് അതിൻ്റെ അപ്പുറം സന്തോഷം. അനാമിക ഇങ്ങനെ സ്വപ്നവും കണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക 10 കോടി രൂപ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുക നമ്മുടെ സച്ചിൻ്റെ അടുത്തേക്ക് നന്ദു ചെല്ലും കേട്ടോ. അപ്പം നന്ദു ചെന്നപ്പം നന്ദു ഇനിയെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ പോവല്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഞാനും കൂടി വന്നേനെ, പക്ഷേ DYSPയുടെ ഒരു മിന്നൽ പരിശോധന ഉണ്ടെന്നും ആ സമയത്ത് ഞാനിവിടെ വേണമെന്നും ഇയാൾ പറയുക. അതുകൊണ്ട് നന്ദു അവനെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. പോകുമ്പോൾ ASIയും കൂടെ വിളിച്ചോളാൻ പറഞ്ഞു. ASI എന്തിനാ സാർ, ആരെങ്കിലും ഒരാൾ പോയാൽ പോരേന്ന് ചോദിച്ചു നന്ദു. അന്നേരം നമ്മുടെ സച്ചിൻ എന്തായാലും SI നന്ദു പോയാലേ പറ്റുള്ളൂ, പിന്നെ അയാളും കൂടെ വന്നെന്ന് ഓർത്തപ്പോൾ എന്താ കുഴപ്പം, വന്നോട്ടെ. അപ്പോൾ സാർ അവനത്ര ക്രിമിനൽ സ്വഭാവമുള്ള ആളൊന്നും അല്ല, പിന്നെ നമ്മളെ വെട്ടിച്ച് കടന്നു കളയാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യമാണല്ലോ നന്ദു, എങ്കിലും ഒരാണിനെ കോടതിയിലേക്ക് കൊണ്ടുപോകും ആണുങ്ങൾ കൂടെ ഉള്ളത് നല്ലതാണെന്ന് പറഞ്ഞു. ഈ പറയുന്ന ആണുങ്ങളുടെയൊക്കെ തൻ്റെ ഇടം ഞാൻ നേരിൽ കണ്ടിട്ടുള്ളതാണെന്ന് നന്ദു പറഞ്ഞു. ഈ നാട്ടിലുള്ള ഗുണ്ടകളെ ഒന്ന് തറപ്പിച്ച് നോക്കിയാൽ താഴേക്ക് നോക്കി നിൽക്കുന്നവരാ ഇവിടുത്തെ ASIയും മിക്ക പോലീസുകാരും എന്നും നന്ദു പറയുവാണേ. അവരുടെ മുന്നിൽ ഞാൻ ഇന്ന് വരെ തല കുനിച്ചു കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞു. അപ്പം നന്ദുവിൻ്റെ ആ ഒരു ക്യാരക്ടറാണല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് സച്ചിൻ അന്നേരം നന്ദുവിനോട് പറയണു. കോപ്പം നന്ദു നിൽക്കും അവിടെ. അതുകൊണ്ടാണല്ലോ ഞാൻ നന്ദുവിനെ ആരാധിക്കുന്നത് എന്നും പറഞ്ഞ് നിൽക്കുന്നു. എന്നാൽ പിന്നെ കോടതി തുടങ്ങാൻ സമയം പെട്ടെന്ന് അവനെ കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. സാർ എന്നും പറഞ്ഞു നമ്മുടെ നന്ദു അവിടെ നിന്ന് അങ്ങ് പോയി. നന്ദു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിൻ ഇന്ന് അവൻ ജയിലിലേക്ക് പോകുന്നത് ഇവൾക്ക് നേരിട്ട് കാണേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് കല്യാണത്തിന് മുൻപ് ഒരു തീരുമാനം എടുക്കണമെന്നൊക്കെ സച്ചിൻ ദിവാസ്വപ്നങ്ങൾ ഒരുപാട് നെയ്ത് കൂട്ടുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ ചെല്ലി കിടക്കുന്ന അനിയുടെ അടുത്തേക്ക് നന്ദു ചെല്ലുക. അപ്പോൾ നന്ദുവിനെ കണ്ടപ്പോഴത്തേക്ക് അനി ചാടി അങ്ങ് എഴുന്നേറ്റ് വലിയ ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ അനി. എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കമൊക്കെ? അപ്പോൾ ഒരു തരത്തിലും സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വന്നില്ല നന്ദു, പിന്നെ നിന്നെ ഓർത്ത് ഞാനങ്ങ് കിടക്കുകയായിരുന്നു എന്നനി നന്ദുവിനോട് പറയുമ്പോൾ നന്ദു ഒന്ന് ചിരിച്ച് ചെറുതായിട്ട്. ആ ഒരു ഓർമ്മയിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞതും ഒരുമിച്ച് ജീവിക്കുന്നതൊക്കെ ഞാൻ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നന്ദു എപ്പോഴും ചിരിക്കാം. അത്തരം സീനുകൾ ഓർത്തപ്പോൾ പെട്ടെന്ന് ഉറങ്ങണ്ടെന്ന് എനിക്ക് തോന്നിയെന്നൊക്കെ അനി ഇങ്ങനെ പറയുവാണ്. പക്ഷേ ആ സമയത്ത് ഉറങ്ങി പോവുകയും ചെയ്തു. ഇനി കോടതി ജാമ്യം തന്നില്ലെങ്കിലേ ജയിലിൽ കിടന്ന സ്വപ്നങ്ങൾ ഒരുപാട് കാണാമെന്ന് നന്ദു അനിയോട് പറയാം. അനി അതിനും ചിരിച്ചു. നിന്റെ വീട്ടുകാരെ നിന്നെക്കുറിച്ച് ഓർത്ത് തീ തിന്നോണ്ട് നടക്കുക, ആ സമയത്താ നീ ഇതൊക്കെ തമാശയായിട്ട് എടുത്തിരിക്കുന്നത്. എന്താ അനി ഇത്? അപ്പം എൻ്റെ വീട്ടിലുള്ളവരെ ഓർത്തിട്ട് എനിക്കുണ്ട് ഒരുപാട് വേദന. ഇതിപ്പോൾ ഞാൻ മനഃപൂർവ്വം വരുത്തി വെച്ചതൊന്നും അല്ലല്ലോ എന്നൊക്കെ നന്ദു ഇങ്ങനെ പറഞ്ഞു. അനി പറഞ്ഞു കേട്ടോ. എൻ്റെ മുത്തശ്ശനെ ആക്ഷേപിച്ചാൽ ഏത് തലതൊട്ടപ്പനായാലും ശരി ഞാൻ അയാളെ തല്ലിയിരിക്കും, ചിലപ്പോൾ കൊന്നൊന്നും ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് അനി ഭയങ്കരമായിട്ട് ദേഷ്യത്തോടെ സംസാരിക്കുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ കഴുമരത്തിൽ കയറേണ്ടി വന്നാലും അതിനും ഞാൻ തയ്യാറാണെന്നും പറഞ്ഞു. ശരി മനുഷ്യനുടെ ടെൻഷൻ അടിച്ച് ചത്തുപോകുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് നന്ദു നേരം അനിയോട് പറയുക. നിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഡ്യൂട്ടി എനിക്കാണെന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കോടതി വിധി എതിരായ നീ ജയിലിലേക്ക് പോകുന്നത് എനിക്ക് കണ്ടു നിൽക്കേണ്ടി വരുമെന്ന കാര്യം പറയുമ്പം അല്ല അത് നിനക്ക് സന്തോഷമുള്ള കാര്യമല്ലേന്ന് ചോദിച്ചു. അന്നേരം ഒന്ന് പോടാ എന്ന് നന്ദു പറഞ്ഞു. പിന്നെ നീ ജോലി പോലും രാജിവെച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം അതും നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ജോലി തരാൻ ഞാനുണ്ടെന്ന് പറഞ്ഞു. അന്നേരം വാ എടി 3 ബ്രാഞ്ചാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, അതിലൊന്നും നീ നോക്കിക്കോളാനോ അനി ഇങ്ങനെ പറയുമ്പം എന്താ അനി ഇന്ന് നിനക്കൊരു ടെൻഷൻ തോന്നുന്നില്ലേടാന്ന് ചോദിച്ചപ്പോൾ അനി അതിനും ചിരിച്ചു. എന്നിട്ട് എനിക്ക് ടെൻഷനുണ്ട്, എൻ്റെ മുത്തച്ഛനെയും മുത്തശ്ശിയെയും വല്യമ്മയും ആദർശേട്ടനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുള്ള ടെൻഷനേ ഉള്ളൂ എനിക്കെന്ന് പറഞ്ഞു. അന്നേരം നിനക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി നിന്റെ വല്യമ്മ വലിയൊരു തുകയാണ് ആ അനാമികയ്ക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്, നിനക്ക് അറിയാമോ എന്ന് നന്ദു ചോദിക്കുമ്പോൾ ഈ വല്യമ്മയുടെ ഒരു കാര്യം, ഈ വല്യമ്മ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്, അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. പണമൊന്നും അല്ല അവർക്ക് പ്രശ്നം, നിന്റെ മോചനം അവർക്ക് വേണ്ടതെന്ന കാര്യം. എന്തോ ഇങ്ങനെ പറയാം, നീ ജയിലിലേക്ക് പോയാൽ അനന്തപുരി തറവാട് ഒരു മരണവീട് പോലെ ആവില്ലേടാ, അതെന്താ നീ മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചു. അപ്പം നീ അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു നന്ദുവിനോട് അനി. എനിക്ക് വേണ്ടി അനാമികയ്ക്കും അനാമികയുടെ വീട്ടുകാർക്കും കാലണ പോലും കൊടുക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പം അവിടെ വരെ നീയല്ലേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചത്, പിന്നെ ഇനിയിപ്പോൾ വേറെ എന്നാ ചെയ്യാനാ,
നീ വന്നേ വാ എന്നും പറഞ്ഞ് നന്ദു വന്നിട്ട് അനിയെ സെല്ലിൽ നിന്ന് പുറത്തിറക്കി. അതിനുശേഷം ASI അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു ഈ സച്ചിൻ. അപ്പോൾ ഇവിടെ മിന്നൽ പരിശോധനയുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്തത്, അവർ രണ്ടുപേരെ നോക്കിക്കോണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ കണ്ണേർ വല്ലതും ഉണ്ടാവുമോ സാറേ എന്നിങ്ങനെ സക്രിയ ചോദിക്കുമ്പോൾ ഇന്ന് വരെ അവർ തമ്മിൽ അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞു സച്ചിൻ. എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല എൻ്റെ സാറേ എന്നും പറഞ്ഞിട്ട് ഇയാൾ നിൽക്കുക കേട്ടോ. സാറിന് അങ്ങനെ പറയുന്നത് വിഷമാണെന്ന് എനിക്കറിയാം, എങ്കിലും കണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ സാറേ എന്ന് ചോദിച്ചു. അല്ല സാറ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സാറിൻ്റെ വിലക്കുറവ് കൊണ്ടാ, അല്ലെങ്കിലേ മിക്കവാറും നന്ദുമേടം ഉണ്ടല്ലോ അവരുടെ ഡ്യൂട്ടി പോലും മറന്നിട്ട് ആ ലോക്കപ്പിന് മുന്നിൽ പോയി ഇരുന്നേനെ അവൻ്റെ പാറാവുകാരനായിട്ട് എന്നൊക്കെ പറയുമ്പോൾ താൻ ഈ പറയുന്നത് പോലെ അങ്ങനെ വലിയ അടുപ്പമൊന്നും അനിയും നന്ദും തമ്മിൽ ഇല്ലടോ എന്ന് പറഞ്ഞു സച്ചിൻ. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും സാറേ, പിന്നെ സാറിനത് കേൾക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല സാറേ, പറയേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ പൊന്ന് സാറേ. സാറിന് നന്ദു മേഡത്തിന് അത്രത്തോളം വിശ്വാസമാണെങ്കിൽ പിന്നെ എന്തിനാ യാത്രക്കിടയിൽ അവർ തമ്മിൽ കണ്ണെറിയുന്നുണ്ടോ എന്ന് നോക്കാനൊക്കെ സാറിനോട് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ അവൻ ആളത്ര ശരിയൊന്നുമല്ല, അതുകൊണ്ടാണ്. നന്ദു നോക്കിയില്ലെങ്കിലും അവളെ തന്നെ നോക്കിയിരിക്കുമല്ലോ അവൻ, അതാ പറഞ്ഞത്. അതിന് നന്ദു മേഡം വണ്ടിയുടെ മുന്നിലല്ലേ ഇരിക്കുന്നത്, അനി പിന്നിലല്ലേ സാറേ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. എടോ താൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി, ഇങ്ങോട്ടൊന്നും താൻ ചോദിക്കണ്ട. ശരി ഓക്കെ സാർ എന്ന് പറഞ്ഞുകൊണ്ട് സക്രി അവിടെ നിന്ന് പോയി. സച്ചിൻ അന്നേരം ഉള്ളിൽ ഇങ്ങനെ ടെൻഷനാണ്, എൻ്റെ ദൈവമേ ഇവർ തമ്മിൽ ഒരുമിച്ച് പോയാലും പോയില്ലെങ്കിലും പ്രശ്നമാണല്ലോ, ഇപ്പം എന്നെ ചെയ്യാനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിൻ അവിടെ ഇരിക്കാം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദേവയാനി ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോൾ ദേവയാനിയുടെ ഫോണിലേക്ക് കോള് വന്നു, വേണുവിൻ്റെ കോളാണ് വരുന്നത്. എന്നാ വേണമെന്ന് ചോദിച്ചപ്പോൾ ദേവയാനി നിങ്ങൾ വന്ന് കാല് പിടിച്ചത് കൊണ്ട് തൽക്കാലം ഞങ്ങൾ കോടതിയിലേക്ക് പോകുന്നില്ല എന്ന് വേണു ദേവയാനിയോട് പറയുവാണ്. എൻ്റെ മോളും ഞാനും ഒന്നും പോകാത്തത് കൊണ്ട് മിക്കവാറും അവന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം പറയുക കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് സന്തോഷമായി. പക്ഷെ എല്ലാം കഴിഞ്ഞതിന് ശേഷം കേസ് തീർന്നു എന്ന് വിചാരിക്കരുത് എന്നും പറഞ്ഞ് വേണു ഭീഷണിപ്പെടുത്തുക. ഒരാൾക്ക് ജാമ്യം കിട്ടിയാൽ വീട്ടിൽ പോകാം, ശരിയാണ്, പക്ഷെ വീണ്ടും കോടതി കൂടും, കേസ് നടക്കും, അത് ദേവയാനി ഓർക്കണം. ആ നേരത്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലേ അനന്തപുരിയിലെ സന്തതി ജയിലിൽ കിടക്കുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒരിക്കലും അങ്ങനെ ഒരു രംഗം കാണാൻ എനിക്ക് താല്പര്യമില്ല വേണു എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. എന്നാൽ പിന്നെ പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങൾ നടത്താൻ നോക്കെന്ന് വേണു. ഞങ്ങൾ പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിച്ചിരിക്കും, പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നും അതുണ്ടാവണം, അത്രമാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അതൊക്കെ കേട്ട് ദേവയാനി രക്തം തിളച്ച് നിൽക്കുക. അനാമികയ്ക്ക് അവനെ ജയിലിൽ കിടത്തണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹമെന്ന് പറയുമ്പോഴേക്കും ദേവയാനിയുടെ രക്തം തിളച്ചു വരിക. ഞാനും രേവതിയും കൂടെ പിന്നെ ഒരുപാട് അങ്ങിരുന്നങ്ങ് ഉപദേശിച്ചത് കൊണ്ടാണ് അവൾക്ക് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്ന് കരുതി എപ്പോൾ വേണമെങ്കിലും അതിനൊരു വ്യത്യാസമൊക്കെ വരാൻ കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു ഇട ഉണ്ടാക്കാതിരുന്നാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാവെന്നും പറഞ്ഞു. അത്രമാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ, ശരിയെന്നും പറഞ്ഞു ദേവയാനി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് ദേവയാനി ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. ഈ സമയത്ത് വേണു സ്വന്തം അമ്മയെക്കാളും അനി സ്നേഹിക്കുന്നത് വല്യമ്മയാണെന്നും അവൻ എന്തായാലും ജയിലിൽ കിടത്താൻ അവർ ആഗ്രഹിക്കത്തില്ല എന്നും അതുകൊണ്ട് പറഞ്ഞ പണം പറഞ്ഞ സമയത്ത് തന്നെ കിട്ടുമെന്നും വേണു പറയാം. അപ്പം കിട്ടുന്നതൊക്കെ കൊള്ളാം, അച്ഛൻ്റെ കടങ്ങളെല്ലാം തീർത്തിട്ട് ബാക്കിയുള്ളത് എൻ്റെ പേരിൽ വേണം ബാങ്കിലിടാനെന്ന് ഈ അനാമിക പറയുമ്പോൾ 50-50 പോരാ മോളെ എന്ന് ചോദിച്ചാൽ അച്ഛൻ പോരാ, എനിക്ക് മൊത്തം വേണമെന്ന് മോൾ അച്ഛനോടും അമ്മയോടും പറയാം. എന്തിനാടി ഇങ്ങനെ അത്യാഗ്രഹം കാണിക്കുന്നേ, നീ കല്യാണം കഴിച്ചെങ്കിലും ഒരു ദിവസം പോലും അവനോടൊപ്പം ജീവിച്ചിട്ടില്ലല്ലോ എന്ന് രേവതി ചോദിക്കാം മോളോട്. അവനിട്ട സ്വർണ്ണമാലയാണെങ്കിലോ നിനക്ക് കിട്ടിയിട്ടുമില്ലേ, അപ്പോൾ ഡിവോഴ്സ് ആകുമ്പോൾ ഈ മാല തിരിച്ചു കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തിന്, മാലയും താലിയും ഒക്കെ നിന്റെ കഴുത്തിൽ കിടക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിലേ ഇങ്ങ് തന്നേര്, ഞാനത് വിറ്റാക്ക് കാശാക്കിക്കൊള്ളാമെന്ന് വേണു. അപ്പം അതെന്തായാലും വേണ്ട, അടുത്ത കല്യാണത്തിന് മറ്റൊരു താലി എൻ്റെ കഴുത്തിലിടേണ്ടി വരും, അപ്പോൾ ഈ മാലയിൽ ഞാൻ ആ താലി ഇട്ടോളാമെന്ന് അനാമിക പറയാം. എൻ്റെ താലി തന്നെ ഒരു പവൻ കാണും, ഇന്നത്തെ കാലത്ത് അതിൻ്റെ വിലയാണെന്ന് അച്ഛൻ അറിയാമല്ലോ അല്ലേ, അപ്പോൾ ഇവൾക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തതേ ഞാനാണെന്ന് വേണു പറയുമ്പോൾ എന്താ ഒരു കല്യാണം കഴിക്കുന്നതാണ് സൗഭാഗ്യമെന്ന് അനാമിക ചോദിച്ചു. കല്യാണം കഴിച്ചെങ്കിലും അതൊരു ജീവിതമായിരുന്നോ മോളെ എന്ന് അച്ഛൻ മോളോട് നേരം ചോദിച്ചു. കല്യാണം ഒരു ദുരന്തം തന്നെയല്ലായിരുന്നു നിനക്ക്, ഇന്നിപ്പോൾ അവന് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടത്തേ ഉള്ളൂ, വീണ്ടും കോടതി കൂടുമ്പോൾ അവൻ്റെ ഗതി അതോ ഗതിയാകുമെന്നൊക്കെ പറഞ്ഞ് ഡയലോഗുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക വേണു. അത് ഉണ്ടാക്കാതിരുന്നാൽ അവർക്ക് തന്നെ കൊള്ളാവെന്നും പറഞ്ഞു. പൈസയുടെ കാര്യത്തിൽ ഇവർ തമ്മിൽ സംശയം പറഞ്ഞപ്പോൾ വേണു മോൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവരെ സ്വപ്നങ്ങൾ ഒരുപാട് നെയ്ത് കൂട്ടി കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത്
എന്തായാലും ജാമ്യം കിട്ടുമല്ലോ, പിന്നെ ഇനിയിപ്പോൾ താനെന്തിനാ ആശങ്കപ്പെടുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ജയൻ ദേവയാനിയെ സമാധാനിപ്പിക്കുക വീട്ടിലിരുന്ന്. എങ്കിലും അനാമികയുടെയും അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യമല്ലേ, അവരാണെങ്കിലോ മിനിറ്റിന് വാക്ക് മാറുന്നവരല്ലേ എന്നും ചോദിച്ചു ദേവയാനി. അപ്പോഴാണ് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു, മുത്തശ്ശിയും വന്നു. അപ്പം ഈ വീട്ടിലൊരു സംഭവം ഉണ്ടായാൽ അത് ആരും എന്നെ വിളിച്ച് അറിയിക്കരുത് കേട്ടോ എന്ന് മുത്തശ്ശൻ പറയാം. എന്നോടാരും ഒന്നും പറയരുത് കേട്ടോ എന്നും പറഞ്ഞു. എന്തായാലും നമ്മുടെ കാരണവരിങ്ങ് എത്തിക്കഴിഞ്ഞു. അച്ഛനും അമ്മയും തീർത്ഥയാത്രയ്ക്ക് പോയതുകൊണ്ട് ഒന്നും പറയാതിരുന്നതെന്ന് ഇപ്പോഴെങ്ങനെ അതൊക്കെ അറിഞ്ഞേ എന്ന് ദേവയാനി ചോദിച്ചു കേട്ടോ. മുത്തശ്ശന് ഭയങ്കര ദേഷ്യം, മുത്തശ്ശനെ ആരും ഒന്നും അറിയിക്കാത്തത് കൊണ്ട്. അപ്പം ഞാനാ അത് വിളിച്ചു പറഞ്ഞത്. എൻ്റെ മോനാ ലോക്കപ്പിൽ കിടന്നത്, ഇപ്പൊ കോടതിയിലേക്ക് പോയിരിക്കുന്നതും എൻ്റെ മോനാ. ഇതുവരെ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഇതൊക്കെ അച്ഛനെ അറിയിക്കണ്ടേ എന്ന് ചോദിച്ച് ജാനകി അങ്ങ് വന്നു. അപ്പൊ കുഴപ്പമൊന്നും ഇല്ല അച്ഛാ, ദേവയാനി അവർ പറഞ്ഞ നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ജയൻ പറയുമ്പോൾ അജയനും അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ എത്ര അവർ ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചു. അപ്പൊ 10 കോടിയാണെന്ന് ദേവയാനി പറഞ്ഞു. എൻ്റെ ദൈവമേ, അത്രയും ആവശ്യപ്പെട്ടുള്ളോ? ഞാൻ കരുതി കുറഞ്ഞതൊരു 50 കോടിയെങ്കിലും ആവശ്യപ്പെടുമെന്നാണെന്ന് മുത്തശ്ശൻ പറയുവാണ്. അപ്പോൾ എത്ര കോടി കൊടുത്തിട്ടാണെങ്കിലും ഈ കേസിൽ നിന്ന് അനിമോനെ രക്ഷിച്ചെടുക്കണമെന്ന് മുത്തശ്ശി പറഞ്ഞു. ഇപ്പം തന്നെ അവൻ ലോക്കപ്പിൽ കിടന്നതൊക്കെ വലിയ നാണക്കേടായില്ലേ, വലിയ സങ്കടമായി പോയില്ലേ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പം അവനിപ്പോൾ വെല്ലും ബ്രേക്കും ഇല്ലാണ്ടാണ് നടക്കുന്നത്. നന്ദുവിന് ഒരു സിഐയുടെ ആലോചന വന്നു, അത് നടത്താൻ പോവുക കനകയും ഗോവിന്ദനും കൂടി ചേർന്ന്. എന്നിട്ടും അവനെന്തിനാ അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ലെന്ന് ജലജ പറയുമ്പം ഇവിടെ ഇപ്പം അതാണോ വിഷയം? അല്ലല്ലോ, അനാമികയുടെ കാരണത്ത് അനി അടിച്ചതിനല്ലേ അവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എന്തുകൊണ്ടാച്ചാ? അവൻ ഗ്രൗണ്ടിൽ പോയത് നന്ദുവിനെ കാണാൻ വേണ്ടി തന്നെയാ. അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം അനാമിക മോൾ അവിടെ എത്തിയതെന്നൊക്കെ പറയുമ്പം അനിയും അനാമികയും തമ്മിൽ ഇനി ഒരുമിച്ച് ജീവിക്കില്ല, പിന്നെന്തിനാ അവള് എനിക്ക് പിന്നാലെ പോകുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പം അങ്ങനെ പോയാലല്ലേ അമ്മ അവൾക്ക് തല്ല് കിട്ടത്തുള്ളൂ. ആ തല്ല് അവളെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ടറി അല്ലേ അമ്മയെന്ന് അജയൻ പറയുവാണ്. നമുക്കിപ്പോൾ 10 കോടി എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യ ഒന്നുമല്ല, പണം വരും പോകും. പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണമെന്ന് മുത്തശ്ശി പറയാം. അവന് ഒരു കാരണവശാലും ജയിലിൽ പോകാൻ പാടില്ല എന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ദേ വരുന്നു നമ്മുടെ ആദർശും നയനയും അനിയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക്. അനിയും ആദർശും നയനയും കൂടി വീട്ടിലേക്ക് കയറി വരുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ നോക്കി വരുന്നു ഇപ്പുണ്ട്. ഇനിയിപ്പോൾ 10 കോടിക്ക് വരി 20 കോടി നമ്മുടെ മുത്തശ്ശൻ കൊടുക്കും, വേണുവിനും വക്കീലിനും ഭാര്യയ്ക്കും മകൾക്കും ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല അടിപൊളി എപ്പിസോഡായിട്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.